കണ്ണൂർ സർവകലാശാലയ്ക്കെതിരായ കേസിൽ ഹാജരായ അഭിഭാഷകന് സർവകലാശാല ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 ലക്ഷം രൂപ അന്നത്തെ വൈസ് ചാൻസലർ തിരിച്ചടച്ചു. ഓഡിറ്റ് പരിശോധനയിൽ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതോടെയാണ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പണമടച്ചത്. ഇദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ സർവകലാശാലയെ തന്നെ എതിർകക്ഷിയാക്കി ഫയൽ ചെയ്ത കേസിലാണ് വക്കീൽ ഫീസ് അനുവദിക്കാൻ തീരുമാനിച്ച സിൻഡിക്കേറ്റിന്റെ അസാധാരണ നടപടിയുണ്ടായത്. VC നിയമനത്തിന് പാനൽ നൽകുന്നതിന് പകരം ഒരാളുടെ പേര് മാത്രം ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഈ വിധി കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്ന് പറഞ്ഞ് കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവും ചാൻസലറായ ഗവർണർ റദ്ദാക്കി. ഈ നടപടിക്കെതിരെയാണ് ചാൻസലറെ ഒന്നാം എതിർകക്ഷിയും സംസ്ഥാന സർക്കാരിനെ രണ്ടാം എതിർകക്ഷിയും കണ്ണൂർ സർവകലാശാലയെ മൂന്നാം എതിർകക്ഷിയുമാക്കി ഗോപിനാഥ് രവീന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിനായി വക്കീലിന് നൽകാൻ സിൻഡിക്കേറ്റ് യോഗം 4 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അസാധാരണ നടപടി സ്വീകരിക്കുകയും ചെയ്തു. 2022-23 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് തുക നൽകിയത് ക്രമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ തുക മുൻ VC ഗോപിനാഥ് രവീന്ദ്രൻ തിരിച്ചടയ്ക്കുകയായിരുന്നു. ജനം, കണ്ണൂർ.